ഹായ് നമസ്കാരം, ഫാസിലാണ്. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന് നമ്മൾ നേഴ്സറിയിൽ നിന്ന് പ്ലാന്റ് വാങ്ങി നട്ട് ഒരു മാസമായിട്ടും ചെടിക്ക് പുതിയ തളിരൊന്നും വരുന്നില്ല എന്ന് പലരും പറയുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിലൊരു സുഹൃത്ത് കമൻറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്, അത് വളത്തിൻ്റെ ഒന്നല്ല വിഷയം, കാരണം നിമാവരാണ് വിഷയം എന്നുള്ളത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു തെറ്റായ ധാരണയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ, നമ്മളെ ചെടി നടാൻ വേണ്ടി നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ അത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ റെഡിയാക്കുക. അപ്പോൾ അതിൽ ഒരു കാരണവശാലും നിമാവര ഉണ്ടാവാൻ ചാൻസ് ഇല്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിലെ മണ്ണിൽ ഇപ്പോൾ നിമാവര ഇല്ല, കുറവാണ്. ഇപ്പോൾ കൂടുതലായിട്ടുള്ള മലയോര മേഖലകളിലൊക്കെയാണ് നിമാവര. ഏലം കൃഷി അതിലൊക്കെയാണ് അപൂർവമായിട്ടേ ഇപ്പോൾ കാണുന്നുള്ളൂ. പണ്ട് നല്ല രീതിയിലുണ്ടായിരുന്നു, ഇപ്പോൾ അപൂർവമായിട്ടേ കാണുന്നുള്ളൂ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിമാവരൻ്റെ ശല്യം വന്നാൽ ഇങ്ങനെയല്ല. കാരണം ചെടി പെട്ടെന്ന് തന്നെ ഉണങ്ങി, ഇലകളൊക്കെ ഉണങ്ങി പോവുകയാണ് ചെയ്യുക. കാരണം അത് വേരുകൾ ആക്രമിക്കുകയാണ് ചെയ്യുക, വേരുകൾ നശിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെടി മാറ്റി നടുന്ന ടൈമിൽ ചെടികൾക്ക് വളം കിട്ടുന്നില്ല. ഒന്നെങ്കിൽ ഞാൻ നല്ല വിശദമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളം പ്രധാനം തന്നെ. ആ സുഹൃത്ത് പറഞ്ഞിരുന്നു വളമല്ല പ്രധാനം എന്നുള്ളത്. വളം പ്രധാനം തന്നെയാണ്. കാരണം ഡെയിലി അവർക്ക് ഭക്ഷണം കിട്ടണം. ഡെയിലി ഭക്ഷണം കിട്ടാതെ വരുമ്പോഴാണ് അതങ്ങനെ മുരടിച്ച് നിൽക്കുന്നത്, പുതിയ തളിര് വരാതെ ഇരിക്കുന്നത് കേട്ടോ.